ഹലോ ഗായ്സ്, എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മൾ വന്നിട്ടുള്ള നല്ലൊരു അടിപൊളി കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഒരു മസാല ബ്രെഡ് കേക്കാണ്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഇതാ ഇവിടെ കാണിക്കുന്നുണ്ട്. ഈ റെഡ് കളറിൽ കാണുന്ന തക്കാളിയല്ല, നമ്മുടെ ഇതാണ് ക്യാപ്സിക്കാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ 2 ബോംബാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് മല്ലിയിലയും കരിവേപ്പിലയും ഒക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി അതുപോലെ തന്നെ പച്ചമുളകും കൂടി ചേർത്തിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുത്തതാണ്. നമ്മൾ ചീനച്ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിൽ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ബോംബാളിയാണ്. ആ ബോംബാളി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ പച്ചമുളകും കൂടിയുള്ള ആ ഒരു മിക്സും നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഈ ഉള്ളി ഒന്ന് നന്നായിട്ട് താളി വന്നിട്ട് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് താളി വരണം. കാരണം ഇതൊക്കെ താളി വന്നതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് ക്യാപ്സിക്കം ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ക്യാപ്സിക്കം അധികം നമ്മൾ ഇതിലേക്ക് ഇട്ടിട്ട് ഓവർ വഴറ്റിയെടുക്കാൻ പാടില്ല കേട്ടോ. അപ്പോൾ ഇത് ആവശ്യത്തിന് നമ്മൾ ഇത് ക്യാപ്സിക്കം അരിഞ്ഞ് വെച്ചതൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇവിടെ ഒരു ക്യാപ്സിക്കം എടുത്തിട്ടുള്ളൂ. നിങ്ങൾ ഉണ്ടാക്കുന്നതിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് കൂട്ടിയെടുക്കുക. പിന്നെ അതിലേക്ക് നമ്മൾ കരിവേപ്പിലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി കരിവേപ്പില ഇട്ട് കൊടുക്കും. ഇതുപോലെ തന്നെ മല്ലിയില നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾ ഉപ്പും എരിവും നിങ്ങൾ ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മളിത് കേക്കിൻ്റെ അകത്തേക്കുള്ളൊരു ഫില്ലിംഗ് ആണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അത് മല്ലിയില ഇവിടെ ആഡ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക്. പിന്നെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ എന്തെങ്കിലും അതായത് വേറെ എന്തെങ്കിലും വോയിസ് കേൾക്കുന്നുണ്ടെങ്കിൽ അതെല്ലാവരും ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ നമ്മളിതാ ഇവിടെ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി നമ്മൾ ഒരു ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മല്ലിപ്പൊടി ഇതാ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കണം. കാരണം മുളക് പൊടി ഇതിലേക്ക് നമ്മുടെ എരിവിനനുസരിച്ചാണ് നമ്മളിതിൽ ചേർത്ത് കൊടുക്കേണ്ടത്. നമ്മൾ പച്ചമുളകോ കാര്യങ്ങളോ ഒന്നും തന്നെ ചേർത്ത് കൊടുക്കുന്നില്ല. ലേശം കുരുമുളകിൻ്റെ പൊടി നമ്മൾ ഇതിലേക്ക് അതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഗരം മസാല ആണിത്. ഗരം മസാല എല്ലാവർക്കും അറിയുന്നത് തന്നെയായിരിക്കും. വീട്ടിൽ നമ്മൾ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഇതിൽ കളറിന് വേണമെങ്കിൽ നമുക്ക് മുളക് പൊടി തന്നെ ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മളിതാ 4 കോഴിമുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ഈ പുഴുങ്ങിയ കോഴിമുട്ട നമ്മൾ മാറ്റി വെക്കുക. എന്നിട്ട് ഇതാ ആവശ്യത്തിനുള്ള ബ്രെഡ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് ഈ കേക്കിൻ്റെ ബേസ് റെഡിയാക്കാനാണ് നമ്മൾ ഇതെടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ കോഴിമുട്ട നമ്മളിതാ ഇതുപോലെ സ്ലൈസ് ചെയ്തെടുക്കുക. എന്തിലെങ്കിലും വെച്ച് സ്ലൈസ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ചെറുതാക്കി കട്ട് ചെയ്തെടുത്താലും മതി. കോഴിമുട്ട ഉണ്ണിയും ഇതെല്ലാം പാടി കൂട്ടിയിട്ട് ഇതുപോലെ ഈ ഒരു ഇതിലിട്ടിട്ട് നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ സ്ലൈസ് ചെയ്തെടുത്താൽ കേട്ടോ. അപ്പോൾ അതായത് പെട്ടെന്ന് കാണുമ്പോൾ ചീസ് പോലെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ബാറ്റർ, അതായത് ഈ ഒരു ബാറ്റർ ബ്രെഡ് മുക്കിയെടുക്കാനുള്ള ബാറ്റർ നമ്മൾ തയ്യാറാക്കാൻ വേണ്ടി പോവുകയാണ്. അതിന് നമ്മൾ 4 കോഴിമുട്ട ഈ ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിക്കുകയാണ്. 4 കോഴിമുട്ടാണ് വേണ്ടത്. നമ്മൾ എടുക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് വേണം സാധനത്തിൻ്റെ ഇത് കൂട്ടാൻ. അതായത് നമ്മൾ ഉണ്ടാക്കുന്ന അളവിനനുസരിച്ച് നമ്മൾ കൂട്ടുക. നമ്മളിവിടെ ഒരു 5-6 പേരുണ്ട്. അപ്പോൾ അതിനനുസരിച്ചാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അത്യാവശ്യം ഒരു വലിയ കേക്ക് തന്നെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്നതനുസരിച്ച് നിങ്ങൾ സാധനങ്ങൾ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മളിതാ മുട്ട ഇവിടെ ബ്ലെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ലേശം ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു തുള്ളി ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഒരു പാക്ക് പാലിൻ്റെ പകുതിയോളം നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത്രത്തോളം പാൽ ഇതിലേക്ക് ഒഴിച്ചിട്ട് നമ്മൾ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഈ മിക്സ് ചെയ്തിട്ടുള്ള ബാറ്റർ അവിടെ മാറ്റി വെക്കുക. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഒരു പാൻ എടുക്കുക. അതായത് നമ്മൾ ഈ കേക്ക് ബേക്ക് ചെയ്യാൻ പോകുന്ന പാൻ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് സ്റ്റവിൽ വെച്ച് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് ഓയിൽ ഒഴിച്ചെടുക്കുക. ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ ഒഴിച്ചെടുക്കുക. എന്നിട്ട് അത് ജസ്റ്റ് ഇതുപോലെ പാനിൽ മൊത്തത്തിൽ ചുറ്റിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ പാൻ അടുപ്പത്ത് നിന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഈ ബ്രെഡൊക്കെ എല്ലാ സൈഡിലും വെച്ചെടുക്കുക. അതായത് ഈ പാനിലെ അടിഭാഗം മുഴുവനായിട്ട് കവർ ചെയ്ത് വരുന്ന രീതിയിലാണ് നമ്മളിപ്പോൾ ബ്രെഡ് വെച്ചെടുക്കാൻ പോകുന്നത്. നന്നായിട്ട് ഈ ഒരു ബാറ്ററിൽ മുക്കിയതിന് ശേഷം വേണം ബ്രെഡ് നമ്മളിതിൽ വെച്ചെടുക്കാൻ. അതുപോലെ തന്നെ ബ്രെഡ് കട്ട് ചെയ്തതിന് ശേഷം ഈ ബാക്കിയുള്ള ഭാഗങ്ങളിലൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് വെച്ചെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച മസാല ഇതിൽ നന്നായിട്ട് സ്പ്രെഡ് ആക്കിയിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുക. നല്ല രീതിയിൽ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ വേണം നമ്മളിത് സ്പ്രെഡാക്കി വെക്കാൻ. കണ്ടോ, ഇതുപോലെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് മാറ്റി വെച്ചിട്ടുള്ള സ്ലൈസ് ചെയ്ത കോഴിമുട്ട അതാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. നന്നായിട്ട് അതിൽ മുകളിൽ ഫുള്ള് വിതറി ഇട്ട് കൊടുക്കുക. ഈ മസാല മുഴുവൻ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ മാറ്റി വെച്ച കോഴിമുട്ടയും നമ്മൾ ഇതുപോലെ ഇതിലേക്ക് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ അതിൻ്റെ മുകളിൽ വീണ്ടും മസാല ബാക്കി വരുന്നത് ഇട്ട് കൊടുക്കുക കേട്ടോ.
ഇനി നമ്മൾ ഇതിലേക്കാണ് ഈ അടുത്ത ബ്രെഡിൻ്റെ കോട്ട് റെഡിയാക്കി എടുക്കുന്നത്. അതായത് ഇതുപോലെ തന്നെ അടിയിൽ ബേസ് കൊടുത്ത പോലെ തന്നെ മുകൾ ഭാഗത്തും നമ്മൾ ആ ഒരു ബാറ്ററിൽ തന്നെ ബ്രെഡ് മുക്കിയിട്ട് നന്നായിട്ട് എല്ലാ ഭാഗവും കവർ ചെയ്യുന്ന രീതിയിൽ നമ്മൾ വെച്ചെടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്രെഡിൻ്റെ സൈഡ് ഭാഗം ഒഴിവാക്കാവുന്നതാണ്. പക്ഷേ നമുക്ക് ശരിക്കും അങ്ങനെ ഒഴിവാക്കേണ്ട ആവശ്യമില്ല. കാരണം വെച്ചാൽ അതുപോലെ തന്നെ വെക്കുന്നതായിരിക്കും നന്നാവുക. കാരണം നമ്മൾ ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് കാണാനൊരു ഭംഗി തന്നെയാണ്. പിന്നെ പോരാത്തതിന് ഇത് വെറുതെ വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ നമ്മൾ ഈ ബ്രെഡ് എന്താക്കുക, അതിൽ മുക്കിയിട്ട് അങ്ങനെ തന്നെയാണ് നമ്മൾ വെച്ചെടുക്കുന്നത്. ആ സൈഡൊന്നും നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ എല്ലാ ഭാഗത്തും നന്നായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ലാസ്റ്റിലേക്ക് ആ ബാറ്ററും കൂടി അതിലേക്ക് ഒഴിച്ചെടുക്കുന്നുണ്ട്. ലാസ്റ്റ് വന്ന ഫൈനലായിട്ട് ഇതുപോലെ നമ്മളിതാ മല്ലിയില വിതറിയിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ച് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് കൈകൊണ്ട് ചെറുതായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നാൽ പിന്നെ ഈ ഒരു ഭാഗം നമ്മൾ മറിച്ചിട്ട് വേവിക്കുന്ന സമയത്ത് ആ ഒരു ഇതിൽ നന്നായിട്ട് വന്നോളൂ. പിന്നെ നമ്മൾ അവിടെ കേക്ക് റെഡി ആയിരിക്കുന്ന അടിഭാഗമൊക്കെ വെന്ത് നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി മോൾ ഭാഗം നമ്മൾ വേവിക്കാൻ വേണ്ടിയിട്ട് വേറൊരു പാൻ എടുത്ത് അതിലേക്ക് ഓയിൽ ഒഴിച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇനി നമ്മളിതാ ഇതുപോലെ മാറ്റി വെക്കുകയാണ്. അതായത് നേരെ കേക്ക് മറ്റേ പാനിലേക്ക് മറിച്ചിട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് ഫ്ലെയിമിൽ വെച്ചിട്ട് മുകൾ ഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കുകയാണ്. ഇപ്പോൾ തന്നെ അല്ലേ ആ മല്ലിയില ഇട്ടതിനോണ്ട് നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. ഇനി ഈ ഒരു പ്ലേറ്റിലേക്ക് നമ്മളിത് മറിച്ചിടുക കേട്ടോ. ഇതുപോലെ പ്ലേറ്റിലേക്ക് മറിച്ചിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ജ്യൂസി ആയിട്ടുള്ള ഒരു അടിപൊളി കേക്ക് തന്നെയാണ്. 4 മണിക്കൊക്കെ വീട്ടിലുണ്ടാക്കാൻ പറ്റും. ഈവനിങ്ങിന് നമുക്ക് ചായക്കൊക്കെ കഴിക്കാം. ഏതെങ്കിലും ഗസ്റ്റ് വരുമ്പോൾ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ്. ഈ വീഡിയോ ഇഷ്ടമാവണം എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ ഒരുപാട് കൂട്ടർ കമൻറ്റ് ഇടുന്നില്ല, സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇതൊരു പുതിയ ചാനലാണ്. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് വീഡിയോസൊക്കെ